ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. 5ാം തവണയും സ്വരാജ് ട്രോഫി വെള്ളിനേഴി പഞ്ചായത്തിന്. വെള്ളിനേഴി പഞ്ചായത്തിന് വീണ്ടും സ്വരാജ് ട്രോഫി. ജില്ലയിൽ തുടർച്ചയായി 3 തവണ 1ാം സ്ഥാനം നേടാനായി എന്ന പ്രത്യേകതയുമുണ്ട്. 2018-ലും 2019-ലും ജില്ലയിൽ 2ാം സ്ഥാനവും നേടിയിരുന്നു. ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ഘടകസ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുടെ ലക്ഷ്യബോധത്തോടെയും അർപ്പണ മനോഭാവത്തോടെയുമുള്ള യോജിച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് വെള്ളിനേഴിക്ക് 20 ലക്ഷം രൂപ പുരസ്കാരത്തുകയുള്ള നേട്ടം. 2019-ലും 2020-ലും സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവും പഞ്ചായത്തിന് നേടാനായി. 2022-23 വർഷത്തിൽ പഞ്ചായത്ത് 100% നികുതി പിരിവും 100% പദ്ധതി നിർവഹണവും നടത്തി. പഞ്ചായത്തിലെ നെൽകൃഷിയുടെ വിസ്തൃതി വർദ്ധിച്ചു. നെല്ലുൽപാദനം കൂടി. തരിശുരഹിത പഞ്ചായത്താക്കി. സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി. ആരോഗ്യരംഗത്ത് അടയ്ക്കാപുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം, വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയെ ISO നിലവാരത്തിലേക്ക് ഉയർത്തി. വൈകിട്ട് വരെ ചികിത്സ ഏർപ്പെടുത്തി. പഞ്ചായത്തിലെ 2 GLP സ്കൂളുകളും വനിതാ സ്മാർട്ടായി. ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നൂതന പദ്ധതികൾ നടപ്പാക്കി. ലഹരിമുക്ത പരിപാടിയുടെ ഭാഗമായ വർജനം പഞ്ചായത്തിന്റെ തനതു പദ്ധതിയായി നടപ്പാക്കിയതും നേട്ടമായി. കർഷകരുടെ ഭാരത് ബന്ദ് കേരളത്തെ കാര്യമായി ബാധിച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളും ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ബന്ദ് രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ നടന്നു. ബന്ദിനു പുറമെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ റോഡ് തടയലും നടത്തി. താങ്ങുവില വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചുമായി രംഗത്തുള്ള കിസാൻ മോർച്ച ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൽ ബന്ദ് കാര്യമായി ബാധിച്ചില്ല. ബസ് സർവീസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും നിരത്തിൽ ഉണ്ടായിരുന്നു. ഒറ്റപ്പാലം നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ 2023-2024 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി വിഹിതം ഉപയോഗപ്പെടുത്തി വീൽ ചെയർ അടക്കമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നഗരസഭാ അധ്യക്ഷ K. ജാനകി ദേവി നിർവഹിച്ചു. താലൂക്ക് ആശുപത്രിയിലെ പരിശോധനയിലും തുടർന്ന് ക്യാമ്പിലും പങ്കെടുത്ത 14 ഭിന്നശേഷിക്കാർക്കാണ് 3 ലക്ഷം രൂപ ചിലവഴിച്ച് ഉപകരണങ്ങൾ വിതരണം ചെയ്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭയിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ K. രാജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. ലത, കൗൺസിലർ ശോഭന എന്നിവർ സംസാരിച്ചു. ഇനി ഒരു ഇടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ നഗരസഭയിൽ കുടുംബശ്രീക്കു കീഴിൽ കെ സ്മാർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭയിൽ കുടുംബശ്രീക്ക് കീഴിൽ കെ സ്മാർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സെന്റർ തുടങ്ങുന്നതെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് എന്ന നിലയിലാണ് ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഫെസിലിറ്റേഷൻ സെന്റർ നഗരസഭയിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രണ്ടുപേർ ചേർന്നുള്ള യൂണിറ്റ് എന്ന നിലയിലാണ് ഇവിടെ ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ ഷൊർണൂർ നഗരത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഈ സേവനം നഗരസഭയിൽ നിന്ന് സ്വീകരിക്കാവുന്നത്. പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് ഒരു കുടുംബശ്രീയുടെ കീഴിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ നഗരസഭയിലെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്നാണ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ VC ബിന്ദു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM ലക്ഷ്മണൻ, P. ജിഷ, റവന്യൂ സൂപ്രണ്ട് SA ഡോൺ, ലിഷ, സൗമ്യ എന്നിവർ സംസാരിച്ചു. ഞാവളിൻകടവ് ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. നബാർഡിൻ്റെ ധനസഹായത്തോടെ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ മണ്ണൂർ, കേരളശ്ശേരി, മങ്കര പഞ്ചായത്തുകളിൽ വിഭാവനം ചെയ്ത ഭാരതപ്പുഴയിലെ ഞാവളിൻകടവിൽ നിന്നും വിതരണം ചെയ്യുന്ന ജൽജീവൻ മിഷൻ രണ്ടാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെട്ട മണ്ണൂർ പഞ്ചായത്തിലെ 4, 5, 7, 8 വാർഡുകളിൽ ഭാഗികമായി വിതരണം ചെയ്യുന്ന ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ 12 മണിക്ക് പേരടിക്കുന്ന് ജലശുദ്ധീകരണശാലയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. K. ശാന്തകുമാരി MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാകുന്ന പരിപാടിയിൽ പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുക്കും. പാലക്കാട് ഭാരത് അരി വിതരണം ചെയ്തു. 29 രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് അരിയുടെ വിൽപ്പന പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാവിലെ മുതൽ പൊതുജനങ്ങൾക്ക് അരി വാങ്ങിക്കാവുന്നതാണ്. 5-10 കിലോ പാക്കറ്റുകളായിട്ടാണ് ലഭിക്കുന്നത്. ഭാരത് അരി വാങ്ങാൻ റേഷൻ കാർഡ് ആവശ്യമില്ല. ഒറ്റത്തവണ 10 കിലോ വരെ ലഭിക്കും. ഭാരത് അരിക്കൊപ്പം കടലപ്പരിപ്പും വിതരണം ചെയ്യുന്നുണ്ട്. കിലോഗ്രാമിന് 60 രൂപയാണ് ഇതിൻ്റെ വില. FCI ഗോഡൌണുകളിൽ നിന്നും അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻസ് NCF, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് ഭാരത് അരിയുടെ വിൽപ്പന നടക്കുന്നത്. പാലക്കാട് നടന്ന പരിപാടിയിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ അരി വിതരണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, മറ്റു BJP പ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മുളഞ്ഞൂർ ഭരണിവേല ആഘോഷിച്ചു. മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, ഓട്ടൻതുള്ളൽ, അഷ്ടപതി കച്ചേരി, വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് വേലവരവ് നടന്നത്. ചുറ്റുവിളക്ക്, നാഗസ്വരം, ഗാനമേള, പാടകം, തായമ്പക, പുലർച്ചെ പഞ്ചവാദ്യം, കേളിപ്പറ്റ്, മേളം എന്നിവയും നടന്നു. തുടർന്ന് കൂറവരവും വൈകിട്ട് വെടിക്കെട്ടും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 90377 943671 94470 40615 98470 40616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. BJP പദയാത്രയ്ക്ക് തുടക്കമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ നയിക്കുന്ന മണ്ഡലം തല പദയാത്ര തുടങ്ങി.
BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് പതാക കൈമാറിയതോടെയാണ് യാത്ര ആരംഭിച്ചത്. കണ്ണിയമ്പുറത്തും പനമണ്ണിയിലും വായനശാലയിലും വട്ടനാൽ പരിസരത്തും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഇതിന്റെ ഭാഗമായി ക്യാപ്റ്റനെ സ്വീകരിച്ചു. സമാപന സമ്മേളനം BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷനായി. BJP ജില്ലാ സെക്രട്ടറി P വേണുഗോപാൽ, മധ്യമേഖലാ സെക്രട്ടറി T ശങ്കരൻകുട്ടി, ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K പ്രമോദ്, P സത്യഭാമ, ഗംഗാ ഭഗത്, C സുമേഷ്, A സ്വരൂപ്, A അനിത, KP ജയന്തി, P മണികണ്ഠൻ തുടങ്ങിയവർ യാത്രയിൽ അനുഗമിച്ചു. ഇവർക്ക് പുറമെ K സജീവ്, മിനി ജയൻ, മോനിഷ, A പ്രകാശൻ, ഗംഗാധരൻ പനമണ്ണ, സുരേഷ് കോണിക്കൽ എന്നിവരും ജാഥയിൽ സംസാരിച്ചു. പരിയാനംപറ്റ പൂരത്തിന് കൊടിയേറി. പാലക്കാട് ജില്ലയിലെ പരിയാനംപറ്റ ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആലംകുളത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിവിധ കലാപരിപാടികൾക്കും തുടക്കമായി. ചെറിയ ആറാട്ട് ഫെബ്രുവരി 18-നും വലിയ ആറാട്ട് ഫെബ്രുവരി 10-നും പ്രശസ്തമായ പരിയാനംപറ്റ പൂരം ഫെബ്രുവരി 20-നുമാണ് നടക്കുന്നത്. ദേവാസുരം പോലുള്ള മെഗാ ഹിറ്റായ പല സിനിമകൾക്കും ലൊക്കേഷനായിട്ടുണ്ട് ഈ ക്ഷേത്രം. പൂരനാൾ വരെ സാംസ്കാരിക പരിപാടികൾ ക്ഷേത്രത്തിൽ അരങ്ങേറും. 18-ന് വൈകിട്ട് നടക്കുന്ന കലാസന്ധ്യ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും. ഹരി പത്തനാപുരവും പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് സംഗീത നൃത്തസന്ധ്യ അരങ്ങേറും. വലിയാറാട്ട് ദിവസമായ 19-ന് വൈകിട്ട് 7-ന് കാളവേല ആഘോഷത്തിൽ ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മ പങ്കെടുക്കും. ആദ്യത്തിൻ്റെ തായമ്പക, ശിങ്കാരിമേളം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികളായ പ്രസാദ് ഞെട്ടളത്ത്, സുനിൽ തേനാഴിക്കളം, ശ്രീറാം മേലെ വടക്കേമഠം, കലാമണ്ഡലം രാമൻകുട്ടി എന്നിവർ അറിയിച്ചു. ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘാടക സമിതി രൂപീകരിച്ചു. സമഗ്ര ശിക്ഷ കേരളം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി ഫെബ്രുവരി 23, 24, 25 തീയതികളിൽ പറളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സ് നടത്തുന്നു. പരിപാടിയുടെ നടത്തിപ്പിനായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരികളായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്, വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, VK ശ്രീകണ്ഠൻ MP, അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA എന്നിവരെ തെരഞ്ഞെടുത്തു. സംഘാടക സമിതിയുടെ ചെയർമാനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, വൈസ് ചെയർമാൻമാരായി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ, DD EPV മനോജ് കുമാർ, ഡയറ്റ് പ്രിൻസിപ്പൽ ശശികുമാർ, കൈറ്റ് കോഓർഡിനേറ്റർ അജിത കുമാരി, DEO ഉഷ മാനാട്ട്, ജനറൽ കൺവീനറായി SSK ജില്ലാ പ്രൊജക്ട് കോഓർഡിനേറ്റർ K ജയപ്രകാശ്, ജനറൽ ജോയിന്റ് കൺവീനർമാരായി DPO കൃഷ്ണകുമാർ, BPCAM അജിത്, AEOPR ബിന്ദു എന്നിവരെയും തിരഞ്ഞെടുത്തു. എടത്തറ GUP സ്കൂളിൽ നടന്ന പരിപാടി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ആദ്യമായാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിക്കുന്നത്. 13 BRCയിൽ നിന്നും 650 വിദ്യാർത്ഥികൾ ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കും. SSK ജില്ലാ പ്രോജക്ട് കോഓർഡിനേറ്റർ K ജയപ്രകാശ് അധ്യക്ഷനായ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഷമ, BPCAM അജിത്, പറളി AEOPR ബിന്ദു, DPOമാരായ KN കൃഷ്ണകുമാർ, NK നൌഷദാലി, MR മഹേഷ് കുമാർ, പറളി BRC ട്രെയിനർ നിതിൻ കണിച്ചേരി, കായികാധ്യാപകൻ PG മനോജ്, സംഘടന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.